ഹലോ, ഹാപ്പി ഹോം മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് ചെയ്തേക്കുന്നത്. നല്ല ഹോട്ട് ആൻഡ് സൂപ്പ്, ചിക്കൻ സൂപ്പ്. നമ്മൾ ഡിന്നറൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഹെവി ആയിട്ട് ഒന്നും കഴിക്കേണ്ട, നമുക്ക് അതേസമയം വയറ് ഫില്ലാവണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു നല്ല ഓപ്ഷനാണ്. അതുപോലെ വെജിറ്റബിൾസ് രൂപത്തിൽ തന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്കും നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടെ തന്നെ കഴിച്ചോളും. അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം നമുക്കിന്ന് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ബോൺലെസ് ചിക്കൻ ഉപയോഗിക്കാം, അതെങ്കിൽ ബ്രസ്റ്റ് പീസ് വെച്ചിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതിൽ നിന്ന് ഒരു 5 പീസ് ബോണോട് കൂടിയിട്ടാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇതിൻ്റെ സ്റ്റോക്കും അതുപോലെ ചിക്കനും ഒക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു സവോള ഞാൻ എടുത്തിട്ടുണ്ട്, അതുപോലെ 6-7 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് സവോള ഇതിലേക്ക് ചിക്കനിലേക്ക് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ചിട്ട് നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നമ്മുടെ ചിക്കനിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ച് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. നമുക്ക് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. സാധാരണയായിട്ട് നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ കുക്ക് വെയറിലാണെങ്കിൽ, സാധാരണ പാത്രങ്ങളിലാണെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ കുക്കറിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതായത് എത്ര ക്വാണ്ടിറ്റി വേണം അതിനേക്കാളും ഒരല്പം കൂടെ കൂടുതൽ മാത്രം ചേർത്താൽ മതി. അതിനുശേഷം നല്ലതുപോലെ വിസിലിട്ട് ഒരു 2-3 പ്രാവശ്യം വിസിൽ കേൾക്കുന്ന പോലെ, അതായത് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് വരണം. അതുപോലെ ഇതൊക്കെ സവോളയൊക്കെ നല്ലതുപോലെ മെൽട്ടായി വരുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ സ്റ്റോക്കും കൂടെ ഒന്ന് കിട്ടുന്ന വിധത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരു 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ വരുത്താം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം. സൂപ്പിന് നമ്മൾ 2-3 ഘട്ടങ്ങളിലായിട്ടാണ് കേട്ടോ അതിൻ്റെ ആ കുക്കിങ്ങും പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ വേവിക്കാനായി വെച്ചു. ഇനി ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 3 ബീൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ചധികം ക്യാബേജ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെ വെജിറ്റബിൾസ് കഴിപ്പിക്കാനുള്ള, സൂപ്പ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കേട്ടോ കഴിപ്പിക്കാനുള്ള ഒരു എളുപ്പ പണി കൂടിയാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതൊക്കെ ചേർക്കാം. ഇതിൽ വേണമെങ്കിൽ സ്വീറ്റ് കോൺ ചേർക്കാം, അതല്ലെങ്കിൽ നമുക്ക് മഷ്റൂം ചേർക്കാം. ബേസിക്കായിട്ട് ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ ധാരാളമായി. ഞാനിതിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ കൂടെ കുറച്ച് ബട്ടൺ മഷ്റൂം ആഡ് ചെയ്യുന്നുണ്ട്. 3-4 എടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ, അതിൻ്റെ ഗ്രീൻ പോർഷനും അതുപോലെ വൈറ്റ് ബൾബും ഉണ്ടല്ലോ, അത് സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കണം. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ചിക്കൻ്റെ പീസസ് ഒക്കെ മാറ്റി വെച്ച് ഈ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം, അത് നമുക്ക് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കണം. ഇപ്പം നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്, അതായത് ചിക്കൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് നമുക്ക് എല്ലൊക്കെ മാറ്റി നല്ലതുപോലെ ഷ്രെഡ് ചെയ്തിട്ട്, അതായത് പിച്ചി എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇത് നമ്മുടെ സൂപ്പിന് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹോട്ട് ആൻഡ് സോർ സൂപ്പൊക്കെ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, നല്ല തിക്കായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് തിക്നെസ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് എളുപ്പമാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനീഗർ വേണം, അതുപോലെ സോയാ സോസും ചില്ലി സോസും വേണം. അതൊക്കെ നമ്മളിനി ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാലോ.
അപ്പോൾ നമ്മളിവിടെ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സൂപ്പും അതുപോലെ നൂഡിൽസും ഫ്രൈഡ് റൈസൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണ്, പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ട്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ടാട്ടോ. നമ്മുടെ ബട്ടറൊക്കെ മെൽട്ടായി തുടങ്ങി. ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി നല്ലതുപോലെ ചോപ്പ് ചെയ്തത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരണം, കളറാവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ്, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മളത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ്, മഷ്റൂം, അതുപോലെ ക്യാബേജ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, അതായത് നിങ്ങൾക്ക് കൂടുതലായിട്ട് കഴിക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അതല്ല, ഇതിൽ പല വെജിറ്റബിൾസും നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ വെജിറ്റബിൾസ് 1 മിനിറ്റ് നേരം നല്ലതുപോലെ വഴറ്റി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്പൈസിനെസ് നിങ്ങൾക്ക് തീരുമാനിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതാ ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചേക്കുന്ന, അതായത് പിച്ചി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കനില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കോൺഫ്ലവർ ഒഴിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ അത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ തിക്നെസ് എന്തോരം വേണം, നല്ല തിക്കായിട്ടാണ് സൂപ്പ് കിട്ടേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് തിളച്ചാൽ മതി. ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പും അതുപോലെ പുളിയും എരിവൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണ്ടേ. ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ പുളി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പുളി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒരല്പം പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉപ്പും എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത മുട്ടയാണ്. അത് നമുക്ക് നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നാലാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നൂല് പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ, നമ്മുടെ സൂപ്പ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പോർഷനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം, അതായത് ഗ്രീൻ പോർഷൻ ഇട്ടില്ലേ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ, അതിന് പകരം മല്ലിയില യൂസ് ചെയ്യാവുന്നതാണ്. അതല്ല ഇതിൻ്റെ കൂടെ മല്ലിയിലയും കൂടെ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാണ്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡിയായി. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ അറിയാം, ഇത് കാണുമ്പോൾ കുട്ടികൾ അയ്യേ ആ വെജിറ്റബിൾ കഴിക്കില്ല, ഇത് കഴിക്കില്ല എന്നൊന്നും പറയില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. സ്പൈസ് ലെവൽ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതനുസരിച്ച് ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.